Hi to all, ഞാൻ ഗോഡ്സി ആൻഡ് വെൽക്കം ടു ഗോഡ്സീസ് വേർഷൻ മലയാളം. പാചകത്തിൻ്റെ കാര്യം വരുമ്പോൾ ഏറ്റവും ചെറിയ തീയിൽ ലോ ടെമ്പറേച്ചറിൽ വെച്ച് പാചകം ചെയ്യുന്നതാണ് ഏറ്റവും മികച്ച രീതി എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ സാധാരണ ഏതൊരു പാത്രത്തിലും ചെയ്യാം. പ്രഷർ കുക്കറിൽ നമ്മൾ ചെയ്യാം. അത് വിസിലും കൂടെ ഇറക്കി വെച്ച് അത് പ്രഷർ ലോക്ക് ചെയ്തില്ല എങ്കിൽ വിസിൽ വെക്കുമ്പോഴത്തേക്കും അത് എത്ര ലോ ടെമ്പറേച്ചർ നമ്മൾ കൊടുത്താലും അതിൻ്റെ ഉള്ളിൽ കിടന്ന് പ്രഷർ ബിൽഡാകുമല്ലോ എന്നും പറഞ്ഞ് നമ്മൾ ആരെങ്കിലും കുക്കർ ഉപയോഗിക്കേണ്ടിയിരിക്കോ? ഇതേ കാരണം കൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ പരിപ്പും പയറും ഇറച്ചിയൊക്കെ നേരെ പകുതി നേരം കൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ചും നോൺ വെജ് ഒക്കെ നല്ലവണ്ണം തന്നെ അങ്ങോട്ട് വേവിച്ച് കഴിക്കുന്ന നമ്മൾ ഇന്ത്യൻസിന് നമ്മുടെ LPG ഗ്യാസും പൈസയിൽ ലാഭിക്കുന്നതിലും ഉപരി ഇതില്ലായിരുന്നെങ്കിൽ ഇളക്കിയും പിടിച്ചും നമുക്ക് അത്രയും നേരം കൂടെ അവിടെ അടുക്കളക്കകത്ത് നിൽക്കണമായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇതിന്റെ കണ്ടുപിടുത്തക്കാരനായ 1679 ഫ്രഞ്ച് ഫിസിസിസ്റ്റായ മിസ്റ്റർ ഡെനിസ് പാപ്പിന് ഹൃദയപൂർവമായ ഒരു നന്ദി അർപ്പിക്കാൻ തോന്നുന്നത് അല്ലെ? ഇതിന് എന്നോടൊപ്പം യോജിക്കുന്നവരൊക്കെ കഴിയുമെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഈ ലോകത്തില് മിക്ക കാര്യത്തിനും അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട് അല്ലേ? മറ്റ് ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് നമ്മൾ ഈ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ആവി പോകുന്നതിൻ്റെ ഒപ്പം കുറച്ചൊക്കെ ആ ഭക്ഷണത്തിൽ ഉള്ള ഗുണങ്ങളും കൂടെ അങ്ങോട്ട് നഷ്ടപ്പെടുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ പ്രഷർ കുക്കറിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഉണ്ടാക്കിയാൽ ഇത് ഒരു അഡ്വാൻറ്റേജ് ആക്കി മാറ്റാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രഷർ കുക്കറിനെ കുറിച്ചാണ്. അതിൻ്റെ അഡ്വാൻറ്റേജസും അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് സിറ്റുവേഷൻസും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമ്മൾ എങ്ങനെ മനസ്സിലാക്കി ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഇതോടൊപ്പം ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്ന മറ്റു ചില പോയിന്റ്സ്. ആദ്യമായിട്ട് പ്രഷർ കുക്കറിൽ പാചകം ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ, കുറച്ചൊക്കെ നിലനിർത്താൻ പറ്റുമോ? രണ്ടാമതായിട്ട് ഏത് ഷേപ്പിലുള്ള ഒരു കുക്കറാണ് നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ തിരഞ്ഞെടുക്കേണ്ടത്? കോലൻ എടുക്കണോ, കുറച്ചും കൂടെ പരന്ന ഷേപ്പിലുള്ളത് ഒരു എടുക്കണോ? നല്ല ക്യൂട്ടായിട്ടുള്ള ഈ കുഞ്ഞു കുക്കേഴ്സ് നമ്മൾ മേടിക്കണോ വേണ്ടേ? ജാബോൻ, എൻ്റെ വീട്ടിൽ ഒരു പഴയ ഒരു ജാബോൻ്റെ കാലത്തെ കുക്കർ ഇരിപ്പുണ്ട്. വിസിൽ വരാത്ത ഒരു കുക്കറുണ്ട്. പുതിയ ഗ്യാസ്കറ്റ് അങ്ങോട്ട് മേടിച്ചിട്ടാലും ശരി, അതിൽ വിസിലെന്ന് പറഞ്ഞ സാധനം വരില്ല. അതെടുത്ത് വലിച്ചെറിഞ്ഞ അങ്ങോട്ട് കളയണോ വേണ്ടതെന്ന് ഓർക്കണേ ഞാൻ. എടുത്ത് ആരെന്ത് പറയണു? ആദ്യമായിട്ട് ഈ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ആവി നഷ്ടപ്പെടുമ്പോൾ അതോടൊപ്പം കുറച്ചൊക്കെ അതിൻ്റെ ഗുണങ്ങളും കൂടെ നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. ഭക്ഷണം ഒരാൾക്ക് അധികമായി കഴിക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിൽ, ചിലപ്പോൾ അത് കുഞ്ഞു പിള്ളേരാവാം, അധികമായി പ്രായം ചെന്നവരാവാം, ഇല്ലെങ്കിൽ കുടുംബത്ത് ഒരാൾക്കായിരിക്കെങ്കിലും വയ്യ, കുറച്ച് ജലദോഷം ഒക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇന്ന് അവർക്കൊരു ചിക്കൻ സൂപ്പ് അല്ലെങ്കിൽ പച്ചക്കറി ഇട്ടാണെങ്കിലും ഒരു സൂപ്പ് വെച്ചു കൊടുക്കാമെന്ന് വിചാരിക്കും അല്ലേ? അതെന്താണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്? അളവിൽ കൂടുതൽ കഴിക്കാതെ ആ ഗുണങ്ങൾ കുറച്ചിൽ തന്നെ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് ആണല്ലോ. ഉദാഹരണത്തിന് നമ്മൾ കുറച്ച് ഇറച്ചിയോ പച്ചക്കറിയോ കുക്കറിലേക്ക് ഇടുന്നു. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ബാക്കിയുള്ള കുറച്ച് വെള്ളം അതിൽ നിന്നും കൂടെ ഊറി വരുമല്ലോ. അങ്ങനെ ചിന്തിച്ച് നമ്മൾ ആ കുക്കർ അടച്ചു വെക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും കാരണവശാൽ നമ്മളത് കൃത്യനേരത്ത് ഓഫ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വെക്കാം. അപ്പോൾ പിന്നീട് അത് കുക്കർ തുറന്നു നോക്കാൻ നേരത്ത് അവിടെ അത് അടുക്കി പിടിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കുറച്ച് നല്ല ഗുണമുള്ള ആ വെള്ളം അല്ലെ സൂപ്പ് എവിടെ പോയി? അത് ആവിയായിപ്പോയി ആണല്ലോ. അതുകൊണ്ടാണല്ലോ അവിടെ അടുക്ക് പിടിച്ചത് അല്ലേ? അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ആ ആവിയോടൊപ്പം കുറച്ചതിൻ്റെ ഗുണങ്ങളും കൂടെയൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എല്ലാ റെസിപ്പിയും ഇതുപോലെ തന്നെ അങ്ങോട്ട് മുഴുവൻ ആവി കളയാണ്ട് ഫുള്ള് ട്രാപ്പ് ചെയ്ത് ലോക്ക് ചെയ്ത് ഫുള്ള് 100% അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ഉള്ളിലാക്കാം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പ്രഷർ കുക്കറിലല്ല, ഒരു കലത്തിലാണ് വെച്ചിരുന്നതെങ്കിൽ ആ ഒരു അടുക്കി പിടിച്ച ആ ഒരു അവസ്ഥ കുറച്ചും കൂടെ അത് മോശമായേനെ. അപ്പോൾ ചില റെസിപ്പീസൊക്കെ ഇപ്പം അത് പ്രഷർ കുക്കറിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അത് ആവി കുറച്ച് കളഞ്ഞുകൊണ്ട് കുറച്ചും കൂടെ അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടുത്താതെ നമുക്ക് പാചകം ചെയ്ത് എടുക്കാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞാൽ ഓക്കെ. ആ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാന്നുള്ളത് അത് ഏതായാലും നമുക്ക് മുന്നോട്ടുള്ള ഭാഗങ്ങളിൽ കാണാം. ഇനി രണ്ടാമത്തെ കാര്യം, ആവി നഷ്ടപ്പെടുന്നത് കൊണ്ട് അതിൻ്റെ രുചി നഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോൾ ഈ ജീര റൈസ് എന്ന് പറയുന്നത് ഞാൻ വർഷങ്ങളായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അന്ന് ഗസ്റ്റ് വന്നതുകൊണ്ട് ഉണ്ടായിരുന്ന ആ 2-3 കുക്കറിലും ഇറച്ചിയോ എന്തൊക്കെയോ കറികളൊക്കെ ഉണ്ട്.
അപ്പോൾ അന്ന് ആദ്യമായിട്ട് ഞാൻ ജീര റൈസ് നിവൃത്തികേട് കൊണ്ട് ഒരു കലത്തിലാണ് വെച്ചുണ്ടാക്കിയത്. സാധാരണ ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ഉണ്ടാക്കുന്ന കൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഞാൻ ജീര റൈസ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഞാൻ അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലേവർ ഒരുപാടൊന്നും കളയാതെ മാക്സിമം കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് ഞാൻ ചെയ്യുക. അത് ജീര റൈസ് റെസിപ്പി കണ്ടവർക്ക് അത് മനസ്സിലാവും. ഓക്കെ, ഈ ഞാൻ വർഷങ്ങളായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ജീര റൈസിൻ്റെ ടേസ്റ്റും ഈ കലത്തിൽ ഞാൻ ആദ്യമായിട്ട് വെച്ചുണ്ടാക്കിയപ്പോൾ ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ടായിരുന്നു. അതായത് കലത്തിൽ വെച്ചുണ്ടാക്കിയത് ടേസ്റ്റ് കുറവായിരുന്നു. പ്രഷർ കുക്കറിൽ നമ്മൾ ശ്രദ്ധിച്ചുണ്ടാക്കുവാണെങ്കിൽ അതിൻ്റെ രുചിയും കൂടെ കുറച്ചും കൂടെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും തന്നെ കുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ കുക്കർ മേടിക്കണോ വേണ്ടേ? അപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു 1.5 ലിറ്ററിൻ്റെ കുക്കർ എടുക്കുക, 3 ലിറ്ററിൻ്റെ കുക്കറും കൂടെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ 1.5 ലിറ്ററിൻ്റെ കുക്കറിലും 3 ലിറ്ററിൻ്റെ കുക്കറിലും ഒരേ അളവിനുള്ള ഒരേ ഭക്ഷണം തന്നെ പാചകം ചെയ്യാൻ വെച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് 2 വിസിൽ വരുമ്പോൾ വേകുന്ന ഒരു സാധനം കൂടെയാണ്. ഈ 1.5 ലിറ്ററിൽ 2 വിസിൽ വന്നാൽ വേവും എങ്കിൽ ഈ 3 ലിറ്ററിൻ്റെ കുക്കറിൽ ഇത് 1 വിസിൽ വന്നതിന് ശേഷം പിന്നെ അത് ഫ്ലെയിം കുറച്ച് വെക്കാം. അതിനുശേഷം രണ്ടാമത്തെ വിസിൽ വരുന്നതിന് മുമ്പ് ഈ 1ഉം 2ഉം വിസിലിൻ്റെ ഇടക്ക് നമ്മൾ ഓഫ് ചെയ്യുവാണെങ്കിൽ ഈ 2 കുക്കറിലും ഒരേപോലെ തന്നെ വെന്തിരിക്കും. പക്ഷേ ഈ 3 ലിറ്ററിൻ്റെ കുക്കറിൽ 1 വിസിലും കൂടെ കുറച്ച്, അത്രയും കൂടെ ആവി നഷ്ടപ്പെടുന്നത് നമ്മൾ കുറച്ചുകൊണ്ട് ഇത് ഒരേപോലെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഈ നല്ല ചെറിയ ക്യൂട്ടായിട്ടുള്ള ഒരു കുക്കർ മേടിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പാചകം ചെയ്യുമ്പോൾ വെന്തതിന് ശേഷം അതിലെ ഭക്ഷണം 70 to 75% കൂടുതൽ കവിഞ്ഞ് നിൽക്കാത്ത ആ ഒരു അളവിൽ നിങ്ങൾ പാചകം ചെയ്യുന്ന സാഹചര്യം കൂടുതലാണെങ്കിൽ അപ്പോൾ ചെറിയ കുക്കേഴ്സ് ആണെങ്കിലും നമുക്ക് മേടിച്ചു വെക്കാം. സാഹചര്യങ്ങൾ കുറവാണെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ 3 ലിറ്റർ കുക്കറിൽ നമുക്ക് ഒതുക്കാവുന്നതേ ഉള്ളായിരിക്കും. അപ്പം ഇങ്ങനെ നോക്കി നിങ്ങൾ തീരുമാനിക്കുക. നാലാമതായിട്ട് നമ്മളൊരു കുക്കർ മേടിക്കുമ്പോൾ ഈ കോലൻ ഷേപ്പിലുള്ളതോ അല്ലെങ്കിൽ മറ്റേ പരന്ന കുക്കർ എടുക്കുന്നതാണോ നല്ലത്? അപ്പോൾ ഇതിന് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഏതെങ്കിലും സവാള വാട്ടി മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന കറി ആയാലും ചോറായാലും, ഇപ്പം നമ്മൾ സവാള വാട്ടുന്ന ഒരു കാര്യം ഓർക്കുമ്പോൾ മിക്കപ്പോഴും ഒക്കെ തന്നെ നമുക്കൊരു പരന്ന പാത്രത്തിൽ സവാള വാട്ടുന്നതാണ് കുറച്ചും കൂടെ സൗകര്യം ആണല്ലോ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഒരു കോലൻ കുക്കറാണെങ്കിൽ നമ്മൾ ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യും, ഒന്നിലെ അതങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും അതിൻ്റെ സൗകര്യം നോക്കുവാണെങ്കിൽ ഒരു ചീനച്ചട്ടി എടുത്ത് നല്ല പരന്നിരിക്കുന്ന ഒരു പാത്രത്തിൽ വാട്ടി മസാല മൊരിച്ചതിന് ശേഷം പിന്നീട് ഈ മസാല മൊരിച്ചത് ഇറച്ചിയിലേക്ക്, ചോറിലേക്കോ പച്ചക്കറിയിലേക്കോ ഇട്ട് കൊടുക്കുന്നതിന് പകരം പരന്ന കുക്കർ എടുക്കുവാണെങ്കിൽ നമുക്കത് ഒഴിവാക്കി ഒറ്റ പാത്രത്തിൽ തന്നെ നമുക്ക് അങ്ങോട്ട് പരിപാടി അങ്ങോട്ട് തീർക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടുത്ത പ്രധാന ഉപയോഗം, നമ്മൾ ചാറ് കറിയായിട്ട് വെക്കുവാണെങ്കിലുണ്ടല്ലോ, കോലൻ കുക്കർ ആണെങ്കിൽ ഇതിലെ ലേയേഴ്സ് കൂടുതലാണ്. ലേയേഴ്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഈ ഭക്ഷണം അളവിനനുസരിച്ച് ഇങ്ങനെ മേലെ മേലെ കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അളവിൽ നിന്ന് മേലെ നിൽക്കുന്ന ചോറാവട്ടെ ഇറച്ചിയാവട്ടെ അതിൽ മസാല പിടിക്കില്ല. ഇതിൻ്റെ പുറകിലുള്ള പ്രധാന കാരണം, ഇത് നമ്മൾ വെയിറ്റ് വെച്ചതിന് ശേഷം പിന്നെ ഇടക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ, അത് തന്നെയാണ്. അതേസമയം പരന്ന ഒരു കുക്കറാണെങ്കിൽ അതിൽ ലേയേഴ്സ് കുറവാണ്. അപ്പോൾ ആ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അതിലെ ചോറാണെങ്കിലും ഇറച്ചിയാണെങ്കിലും നല്ലവണ്ണം അത് കവറായി അതിൽ മസാല പിടിച്ചിരിക്കും. അപ്പോൾ ഒരു പരന്ന കുക്കർ എടുക്കുവാണെങ്കിൽ അതിലെ രുചി ഒന്നും കൂടെ ബെറ്ററായിട്ട് നമുക്ക് കറിയോ ചോറോ വെച്ചെടുക്കാം. അടുത്തതായിട്ട് നമ്മുടെ ജാംബോൻ്റെ കലത്തെ കുക്കർ. ചിലരെങ്കിലൊക്കെ ഈ ഒരു കുക്കർ കാണും. ഇതിൻ്റെ ഈ വിസിൽ ഇറക്കി വെക്കുന്ന ഏരിയ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതൊരു കോൺ ഷേപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ അലുമിനിയം കുക്കർ എന്ന് പറയുമ്പോൾ പഴയ അലുമിനിയം കുക്കേഴ്സും പുതിയ അലുമിനിയം കുക്കേഴ്സും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് നോക്കാം. അലുമിനിയം പാത്രങ്ങൾ എന്ന് പറയുമ്പോൾ അലുമിനിയമിൻ്റെ കൂടെ അലോയ് എന്ന് പറഞ്ഞ ഒരു മെറ്റലും കൂടെ ചേർത്താണ് ഈ അലുമിനിയം പാത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഭക്ഷണം പാചകം ചെയ്യുന്ന കാര്യം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അലോയിൽ കുറച്ചും കൂടെ അതിൻ്റെ ഹാംഫുൾ എഫക്ട്സ് ഭക്ഷണത്തിലേക്ക് റിലീസ് ചെയ്യുന്നത് കുറവാണ് അലുമിനിയം കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ നല്ല പഴയ കുക്കേഴ്സിൽ അലോയിൻ്റെ അളവ് കൂടുതലും അലുമിനിയമിൻ്റെ അളവ് കുറവുമാണ്. അപ്പോൾ നല്ല പഴയ അലുമിനിയം കുക്കേഴ്സോ പാത്രങ്ങളോ ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ ഒരു ഗുണം ഉണ്ട് എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കും.
ഞാനിത് എന്തിനാ ഉപയോഗിക്കുമെന്ന് പറയാം. ഞാൻ അന്നത്തേക്ക് ഉണ്ടാക്കുന്ന ബിരിയാണി ഈ കുക്കറിൻ്റെ ഒരു 70%-ൽ താഴെ വരുള്ളൂ എന്നുള്ളപ്പോൾ ദം ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരു പാത്രത്തിന് പകരമായിട്ട് ഞാൻ ഈ ഒരു പഴയ കുക്കർ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്രഷർ പാൻസും ഇതും തന്നെ അതുപോലെ തന്നെ നല്ലവണ്ണം പഴയതാണ്. പക്ഷെ ഇതിൻ്റെ കട്ടിയുണ്ടോ, നല്ല കനമുള്ളത്. അപ്പോൾ ഇത് അലോയ് കൂടുതലുള്ള പാത്രങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ അലോയ് കൂടുതലുള്ള പാത്രങ്ങൾക്ക് ആ കാണുന്ന വലിപ്പത്തിനനുസരിച്ച് അത്രയും വെയിറ്റ് ഉണ്ടാവില്ല, ഒരു കുറച്ചുകൂടെ കുറവായിരിക്കും. അലുമിനിയം കൂടുതലാണെങ്കിൽ അത് കാണത്തക്ക വിധം അതിനനുസരിച്ച് അതിൽ വെയിറ്റും കാണും. പക്ഷേ എല്ലാ സാഹചര്യങ്ങളിലും നമുക്കത് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഈ 2 പ്രഷർ പാൻസ് കണ്ടോ? അത് പൊക്കി നോക്കുമ്പോൾ അത് നല്ല വെയിറ്റ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഒരു കാൽക്കുലേഷനിലാണല്ലോ നമ്മളത് പിടിച്ച് പൊക്കാം. അപ്പം ഞാനിത് എടുത്ത് നോക്കിയപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷേ ഞാനത് തൂക്കി നോക്കിയപ്പോൾ ഈ വലിയ കുക്കറിനെക്കാട്ടിലും ഒരു 200 ഗ്രാം മാത്രമേ ഈ പാത്രങ്ങൾക്ക് കുറവുള്ളൂ ഏകദേശം. അപ്പം ഞാൻ ഓർത്ത് ഇത് മൊത്തം അങ്ങോട്ട് ചേർത്ത് ഈ പ്രഷർ പാൻസ് രണ്ടും മൊത്തം അങ്ങോട്ട് അലുമിനിയം ആണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഹസ്ബൻഡിന് കുറച്ചറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇല്ല, ഇത് കൂടുതലും അലോയ് തന്നെയാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ ഒരു രീതിക്ക് മാത്രം അങ്ങോട്ട് ജഡ്ജ് ചെയ്യാണ്ട് അത് അറിവുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് അവരെ കൊണ്ടൊന്ന് നോക്കിക്കും. ഓക്കെ, ഫൈൻ. ഇനി അടുത്തതായിട്ട് പുതിയ അലുമിനിയം പാത്രങ്ങൾ. എന്നുവെച്ചാൽ ഇത് ഭയങ്കര റീസെൻ്റ്ലി പുതിയതല്ല കേട്ടോ. മറ്റേത് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി പുതിയതാന്ന് പറയാം. എന്നുവെച്ചാൽ ഇതിനും കാണുമ്പോൾ ഒരു 10 to 15 years എങ്കിലും പഴക്കം. അപ്പോൾ ഇത് ഞാൻ കൂടുതലും ബീഫും മട്ടനും അതുപോലത്തെ റെഡ് മീറ്റ്സ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കുക്കറാണ്. ഇതിന് ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ആദ്യം ഞാൻ ഡിസഡ്വാൻറ്റേജ് പറയാം. ഇത് അങ്ങോട്ട് കറി തിളച്ചതിന് ശേഷം ഇത് അങ്ങോട്ട് നമ്മളത് ഗ്യാസ്കറ്റ് ഇട്ട് വെക്കുവാണെങ്കിൽ അത് എന്തൊക്കെ ചെയ്താൽ ശരി, പിന്നെ ആ ഗ്യാസ്കറ്റ് അങ്ങോട്ട് ലീക്കാവും. പുതിയ ഗ്യാസ്കറ്റ് ഇട്ടെങ്കിൽ തന്നെ അത് പിന്നെ അതിൻ്റെ അവിടെ ആവി നിൽക്കില്ല, പിന്നെ ലീക്കായിക്കൊണ്ടിരിക്കും. പിന്നെ അത് കുറേ നേരം അത് ശരിയാവണമെങ്കിൽ. അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സവാളയൊക്കെ വാട്ടാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാനത് ഗ്യാസ്കറ്റ് ഇട്ട് ആ മൂടി ഇതുപോലെ ഇങ്ങനെ കമത്തി വെച്ചേക്കും. എന്നിട്ട് ഓരോ പ്രാവശ്യവും ഞാനത് സവാള ഇളക്കുമ്പോഴത്തേനും അത് മാറ്റി ഇളക്കിയതിന് ശേഷം ഉടനെ പിന്നെയും അത് അപ്പം തന്നെ അവിടെ അങ്ങനെ അടച്ചു വെക്കും. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറിയതായിട്ട് ആ ചൂട് കയറി തുടങ്ങി പിന്നെ ആ ടെമ്പറേച്ചർ റേസ് ആകുമ്പോൾ പിന്നെ അതിൻ്റെ ആ ഗ്യാസ്കറ്റ് അവിടെ ലീക്ക് ആവുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞാനത് ചെയ്യുക. വർഷങ്ങളായിട്ട് ഞാനിത് ശ്രദ്ധിച്ച് ചെയ്യാറുണ്ട്. എനിക്കത് ശീലമായി പോയത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടല്ല. പക്ഷേ അല്ലാണ്ട് അതങ്ങോട്ട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ടാപ്പിൻ്റെ അടിയിൽ കാണിച്ച് അത് നമ്മൾ 3-4 പ്രാവശ്യം കഴുകിയിട്ടുണ്ടെങ്കിലും ശരി, പിന്നെ ആ ആവി നിൽക്കില്ല, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ അതൊന്ന് ശരിയായി വരണമെങ്കിൽ അത് കുറേ നേരമാവും. പിന്നെ അത് ഓഫ് ചെയ്തിട്ട് ആ ടെമ്പറേച്ചർ കുറഞ്ഞ് പിന്നെ അത് ചെറുതായി ചൂടാക്കി എടുത്തെങ്കിലേ അതവിടെ അതിൽ ആവി നിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ഞാനത് ഓർത്ത് തന്നെ അങ്ങോട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഒരു 2 പ്രാവശ്യമായിട്ട് എനിക്കിത് പറ്റിപ്പോയി. അപ്പോൾ അത് ശരിക്കും നമുക്ക് ഭ്രാന്ത് കയറും അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉള്ളപ്പോൾ. അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ നേരമുള്ളപ്പോൾ അത് നോക്കി കണ്ടും ഒക്കെ ഓർത്തിരുന്ന് ചില കാര്യങ്ങൾ ഓർത്തിരുന്ന് ചെയ്യാനുള്ളതും കൂടെ ഉണ്ട്. ഓക്കെ, ഇനി അഡ്വാൻറ്റേജ് പറയാം. സാധാരണ വിസിൽ വരുന്ന കുക്കറിൽ നമ്മൾ ഇപ്പോൾ ഒരു റെഡ് മീറ്റ് ഒക്കെ വെക്കുവാണെങ്കിൽ ഒരു 5-6 വിസിൽ 20 മിനിറ്റ് കൊണ്ട് വേകുമെങ്കിൽ ഇതിൽ 3/4 മണിക്കൂർ വെച്ചെങ്കിലേ അത് ആ അളവിനൊന്ന് വെന്ത് കിട്ടുകയുള്ളൂ. ഓക്കെ, ഇത് ഒരു ഡിസഡ്വാൻറ്റേജായി തോന്നുന്നുണ്ടെങ്കിൽ പക്ഷെ എനിക്കതങ്ങനെ തോന്നാറില്ല. കാരണം ഇതിൽ ഈ ഒരു കുക്കറിൽ മൂത്ത ഇറച്ചിയൊക്കെ ആണെങ്കിൽ അത് 1 മണിക്കൂറാവും. പുതിയ ഗ്യാസ്കറ്റ് ഇട്ടാലും ശരി, ഇതിൽ 1 മണിക്കൂർ വെച്ചങ്ങോട്ട് വേവിച്ചാലും ശരി, ഈ കുക്കറിൽ ഒറ്റ വിസിൽ പോലും വരത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ല, എനിക്കത് അഡ്വാൻറ്റേജ് ആയിട്ടേ തോന്നാറുള്ളൂ. കാരണം അത് അത്രയും ആവി കളയാതെയാണ് ഞാൻ വർഷങ്ങളായിട്ട് ഇതിൽ പ്രത്യേകിച്ച് റെഡ് മീറ്റ് വേവിച്ചെടുക്കാറുള്ളത്. 1 മണിക്കൂറൊക്കെ അങ്ങോട്ട് വെച്ച് വേവിക്കാനാണെങ്കിൽ കുക്കർ തന്നെ വേണമെന്നുണ്ടോ? ഏതെങ്കിലും ഒരു പാത്രം പോരെ? അത് ശരിയാട്ടോ. പക്ഷേ നേരത്തെ പറഞ്ഞ ചില സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, മുഴുവൻ അങ്ങോട്ട് നഷ്ടപ്പെടുത്താതെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ട്രാപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഒരു കടയിൽ കൊടുത്ത് റിപ്പയർ ചെയ്യുവാണെങ്കിൽ അത് ശരിയാവുമായിരിക്കും. പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് ഞാനത് റിപ്പയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ പക്ഷേ ഇതെന്താണെന്നറിയോ, നിങ്ങൾക്കിപ്പോൾ വിസിൽ വന്ന് നിങ്ങൾ കുക്ക് ചെയ്ത് പാചകം ചെയ്ത് ശീലിച്ച് പോയിട്ടുണ്ടെങ്കിൽ തീരെ നേരം ഇല്ലാത്തപ്പോഴൊന്നും ആ സാഹചര്യത്തിലൊന്നും ഈ പഴയ കുക്കേഴ്സ് ഉറപ്പായിട്ടും എടുത്ത് ഉപയോഗിക്കാൻ നിൽക്കരുത്. എന്താണെന്ന് വെച്ചാൽ ജോലിക്ക് പോകേണ്ടതാണ് രാവിലെ, അല്ലെങ്കിൽ ഇന്ന നേരത്തിനുള്ളിൽ തന്നെ പാചകം തീർക്കണം എന്നുള്ളപ്പോഴൊന്നും അത് എന്തായാലും നിങ്ങൾ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ആ നേരത്തൊന്നും വെച്ചേക്കരുത്.
കാരണം ഇത് കുറച്ചും കൂടെ എക്സ്ട്രാ ടൈം വേണ്ടി വരും. പിന്നെ ഓരോ വീട്ടിലത്തെ കുക്കറുകളും വ്യത്യാസമാണ്. ഇപ്പം നമുക്കേ അറിയുള്ളൂ നമ്മുടെ വീട്ടിലത്തെ കുക്കറിന് അത് എന്താണ് വ്യത്യാസമുള്ളതെന്ന്. ഇറച്ചി ഞാനത് കുക്ക് ചെയ്യുന്ന വർഷങ്ങളായിട്ടാണെങ്കിൽ തന്നെയും അത് ചെറിയ വ്യത്യാസം വരുമ്പോൾ അത് വീണ്ടും നമുക്കൊന്ന് പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഒഴിവ് ദിവസങ്ങളിൽ ഞായറാഴ്ച അല്ലെങ്കിൽ തലേ ദിവസം രാത്രിയൊക്കെ തന്നെ ഒന്ന് അതിൽ എത്ര നേരം കൂടുതൽ വെക്കണം, ആ കുക്കർ വർക്ക് ആവുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുമ്പേ തന്നെ ഒന്ന് വെച്ച് അതിലൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇറച്ചി വെന്തിട്ടില്ല എങ്കിൽ അതൊന്നും കൂടെ വെച്ച് വേവിക്കാൻ നേരം ഉള്ള ആ ദിവസങ്ങളോ അങ്ങനെയുള്ള സാഹചര്യങ്ങളോ നോക്കിയെടുത്ത് നമ്മൾ പഠിച്ചു വെക്കാം. അപ്പോൾ പിന്നീട് അത് ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്കതൊരു ലൈഫ് സ്റ്റൈൽ ആക്കിയെടുക്കുമ്പോൾ ആ ചില റെസിപ്പീസിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം അതങ്ങോട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ട് ബാക്കിയുള്ള അടുക്കളയിലത്തെ പണികൾ നമ്മൾ ചെയ്യാൻ പോവുകയാണെങ്കിലുണ്ടല്ലോ സമയം അങ്ങോട്ട് ബാലൻസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഒറ്റ കുക്കറേ ഉള്ളൂ കേട്ടോ. വിസിൽ വന്നില്ല എങ്കിലും എൻ്റെ ചൂടുകൾ ഉറപ്പിച്ച് തന്നെ എനിക്ക് അവിടെ അടുക്കളയിൽ നിൽക്കാം. ബാക്കിയുള്ള കുക്കേഴ്സിലൊന്നും എനിക്ക് അത്ര ഉറപ്പ് പോരാ. ആ ജാംബോന്റെ കാലത്തെ കുക്കർ ഉൾപ്പെടെ വിസിൽ വരാത്ത ഒരു കുക്കർ വെച്ച് നിങ്ങൾ പുതിയതായിട്ട് ഒരേ പരീക്ഷണത്തിന് നിൽക്കരുത്. ഓൾറെഡി നിങ്ങൾ ഇതുപോലെ തന്നെ വിസിൽ വരാതെ സമയം നോക്കി ഒരു കുക്കർ നിങ്ങൾ കുറച്ച് കാലമായി വിഷമിച്ച് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനൊരു ഗുണം ഈ കുക്കർ കൊണ്ട് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്നവർ തുടരുക എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം നമുക്ക് സേഫ്റ്റി തന്നെയാണല്ലോ ഫസ്റ്റ്. അല്ലാണ്ട് കിച്ചൺ ഡീപ്പ് ക്ലീനിങ്ങും ഫസ്റ്റ് എയ്ഡ് ആയി പോകരുത് നെക്സ്റ്റ്. അതുകൊണ്ട് തന്നെ മണ്ടത്തരം കാണിച്ച അപകടങ്ങളൊന്നും വരുത്തി വെച്ചേക്കരുത്. ഇങ്ങനെ ഒരു കുക്കർ ഇല്ല എന്ന് വരികയും നമ്മളൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അത് എങ്ങനെ കുക്ക് ചെയ്യാം എന്നുള്ളത് ഞാൻ വഴിയെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അപ്പോൾ ഇത് സേഫ് ആണോ എന്നുള്ളൊരു കാര്യം നിങ്ങളൊരു കടയിൽ കൊടുത്ത് ഈ പഴയ കുക്കേഴ്സ് ഒന്ന് ടെസ്റ്റ് ചെയ്യിക്കുക. പ്രഷർ കുക്കേഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു വലിയൊരു അലുമിനിയം ശരീരത്തിന് പകരമായിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ നല്ല കട്ടിയുള്ള ഈ പ്രഷർ പാൻസ് ആണെങ്കിൽ ആവി കളഞ്ഞ് നല്ലോണം വെള്ളം വറ്റിച്ച് വരട്ടി ഉണ്ടാക്കുന്ന കറികൾ മാത്രമല്ല നമുക്ക് നല്ലവണ്ണം വല്ല ഡ്രൈ റോസ്റ്റ് ചെയ്യാനോ ഡീപ് ഫ്രൈ ചെയ്യാനുള്ള റെസിപ്പീസിനായിട്ട് ഇത് നമുക്ക് നല്ലവണ്ണം തന്നെ ഉപയോഗപ്പെടുന്നതാണ്. പുതിയൊരു കുക്കർ ഞാൻ മേടിക്കാൻ പോകുമ്പോൾ അലുമിനിയം മേടിക്കണോ സ്റ്റീൽ മേടിക്കണോ? അലുമിനിയം സ്റ്റീലും തമ്മിലുള്ള കമ്പാരിസൺ നമുക്ക് കാണാം. സ്റ്റീൽ കുക്കേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൽ ഡിസഡ്വാൻറ്റേജ് വളരെ കുറവാണ്. സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ മറ്റ് അലുമിനിയം പാത്രങ്ങളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ അവിടെ അടിക്ക് പിടിക്കും. അപ്പോൾ ബാക്കിയുള്ള പാത്രങ്ങളിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് മസാല മൊരിക്കുന്നതെങ്കിൽ ഇതിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഇതിലെ ഗുണങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു പ്രശ്നമേ അല്ല. കാരണം നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കല്ലും മൺചട്ടി കഴിഞ്ഞാൽ പിന്നെ ഹാംഫുൾ റിയാക്ഷൻസ് ഏറ്റവും കുറഞ്ഞത് പിന്നെ നമ്മുടെ സ്റ്റീൽ പാത്രത്തിലാണ്. നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു രീതിക്കുള്ള പുളി അതിൽ ചേർക്കും അല്ലെ. ഒന്നുമില്ലേ തക്കാളിയായിട്ടോ തൈരായിട്ടോ നാരങ്ങ നീരോ വിനീഗറോ ഇതൊക്കെ തന്നെ നമ്മൾ കറികൾക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഈ പുളി റിലീസ് ചെയ്യുന്ന ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഈ മെറ്റൽ അലുമിനിയമായിട്ട് റിയാക്ട് ചെയ്ത് അതിൽ നിന്നുള്ള ചില കെമിക്കൽസ് അങ്ങോട്ട് ആ കറിയിലേക്ക് റിലീസ് ചെയ്യും. ഓക്കെ, ചെറിയ രീതിക്ക്. പക്ഷേ സ്റ്റീലിൽ ഇത് വളരെ വളരെ കുറവാണ്. കുറവല്ല, ഇല്ലെന്ന് തന്നെ പറയാം. അത് മാത്രമല്ല പിന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി, ആ പ്രഷർ ഉള്ളിൽ താങ്ങാനുള്ള ആ ഒരു കപ്പാസിറ്റി അലുമിനിയമിനെക്കാട്ടിലും കൂടുതൽ കുറച്ചും കൂടെ അലോയ്ക്കാണ്. അലോയിനെക്കാട്ടിലും കൂടുതൽ സ്റ്റീൽ കുക്കേഴ്സിനാണ്. ഹെൽത്ത് വൈസ് നോക്കുമ്പോഴും അതിലെ കെമിക്കൽ റിലീസ് വളരെ കുറവാണ്. പിന്നെ സേഫ്റ്റി വൈസ് നോക്കുമ്പോഴും അതിൻ്റെ ഡ്യൂറബിലിറ്റി നല്ല ഹൈ ആണ്. അപ്പോൾ ഹെൽത്ത് വൈസ് ആണെങ്കിലും സേഫ്റ്റി വൈസ് ആണെങ്കിലും സ്റ്റീൽ കുക്കർ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. പുതിയ കുക്കർ മേടിക്കുമ്പോൾ ഒരു സ്റ്റീൽ കുക്കറും കഴിയുമെങ്കിൽ ഒരു പരന്ന ഷേപ്പിലുള്ളത് തന്നെ നോക്കിയെടുക്കുക. ഇനി അടുത്തത് ഏറ്റവും പ്രധാനം സേഫ്റ്റി മെഷേഴ്സ്, നമ്മുടെ സുരക്ഷ. ഈ പഴയ കുക്കേഴ്സ് എന്തായാലും നിങ്ങൾ പ്രഷർ കുക്കേഴ്സ് ആയിട്ട് തന്നെയാണ് ഉപയോഗിക്കാൻ തീരുമാനിച്ചത് എങ്കിൽ ഒന്ന് കടയിൽ കൊടുത്ത് അതൊന്ന് ടെസ്റ്റ് ചെയ്യിക്കുക. ഓക്കെ, അവരുടെ അഭിപ്രായം കൂടെ എടുക്കാം. അത് ആവില്ല എന്നുണ്ടെങ്കിൽ പാത്രമായിട്ട് മാത്രം തന്നെ അത് ഉപയോഗിക്കുക. ഇനിയിപ്പോൾ പുതിയ കുക്കറാണെങ്കിലും പഴയ കുക്കറാണെങ്കിലും അതിൻ്റെ ഹോള് ക്ലിയർ ആണോ എന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് കുക്കർ അടച്ച് അതിൽ ആവി വരാൻ തുടങ്ങിയതിന് ശേഷം മാത്രമേ വിസിൽ വെക്കാവൂ എന്ന് പറയുന്നത്. നമ്മൾ കറക്റ്റായിട്ടുള്ള വിസിൽ വെക്കാം. നമ്മൾ അവിടെ 2-3 കുക്കറിൻ്റെ വിസിൽ ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് നോക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു വിസിലയിലേക്കായിരിക്കും നമ്മൾ നോക്കുന്നത്. പക്ഷേ കൈ കൊണ്ട് എടുത്ത് വെക്കുന്നത് ചിലപ്പോൾ അത് മറ്റേ കുക്കറിൻ്റെ വിസിലായിരിക്കും. അത് വെച്ചിട്ട് അങ്ങോട്ട് നോക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത്
സേഫ് ആവില്ല. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് കഴിയുമ്പോൾ അത് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം അപ്പുറത്തേക്ക് പോവുക. കുക്കർ അത് കണ്ടോ, ഈ കുക്കറിന്റെ മൂടി ഭാഗം നല്ലവണ്ണം ഹൈറ്റ് ആയിട്ട് അവർ മാനുഫാക്ചർ ചെയ്യുന്നത് നമ്മുടെ സേഫ്റ്റി ഒന്ന് ഉറപ്പ് വരുത്താൻ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ മുഴുവൻ നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിലും മൂടിയുടെ ഭാഗത്ത് അവർ ഓൾറെഡി മാനുഫാക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് സേഫ് ആയിട്ട് അവിടെ ഇരിക്കാനായിട്ട്. പക്ഷേ ഇത് കണ്ടോ, ഇങ്ങനത്തെ കുക്കേഴ്സ് ഉപയോഗിക്കുമ്പോൾ ഇത് അതിന്റെ വക്കോട് കൂടി ചേർന്നിട്ടുള്ള ഒരു കുക്കർ. സോറി, കുക്കറല്ല, ഇങ്ങനത്തെ കുക്കേഴ്സ് ഉള്ളവര് അതിന്റെ ഓരോ ഫുഡ് അനുസരിച്ച് അതിന്റെ 70 to 80% അത്രയും പോകണ്ട, കുറച്ച് വെക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം ഇതിന്റെ മാനുഫാക്ചറിങ് ഡിഫറെൻ്റ് ആണ്. അതിൽ ആവി തങ്ങി നിൽക്കാനുള്ള അത്രയും സ്ഥലം അവിടെ അടപ്പിന് ഇല്ലാത്തത് കൊണ്ട് അത് ഈ ഒരു കാര്യം ഓർത്തിരുന്ന് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യുക. പിന്നെ കുക്കേഴ്സ് മേടിക്കുമ്പോൾ തീരെ ലോക്കൽ ബ്രാൻഡ്സ് മേടിക്കരുത്. അതായത് ഒരാൾ ആത്മാർത്ഥമായിട്ട് നല്ലൊരു കുക്കർ ഉണ്ടാക്കി കുറഞ്ഞ ഒരു വിലയ്ക്ക് വിൽക്കുന്നുണ്ടെങ്കിൽ അത് പോയി മേടിക്കരുത് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ബ്രാൻഡും ഞാൻ പ്രൊമോട്ട് ചെയ്യാനോ ഡിമോട്ട് ചെയ്യാനോ അല്ല ഇവിടെ നോക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പുതിയ ബ്രാൻഡൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ അത് അറിവുള്ളവരോടൊന്ന് ചോദിച്ച് അറിഞ്ഞ് മേടിക്കാം. അല്ലെങ്കിൽ ഒരുവിധം നമുക്ക് അറിയാവുന്ന കുറച്ച് നല്ല ബ്രാൻഡ്സ് ഉണ്ടല്ലോ, അതൊക്കെ മാത്രം നോക്കിയും ശ്രദ്ധിച്ചൊക്കെ ഒന്ന് മേടിക്കുക. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മളായിട്ട് മേടിച്ചില്ലെങ്കിലും ഇതുപോലെ നമുക്ക് ആരെങ്കിലും കേട്ട് നമുക്ക് ചിലപ്പോൾ ഗിഫ്റ്റ് ചെയ്തെന്ന് വരും. ഇത് എനിക്ക് ആരോ ഗിഫ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു കുക്കർ ഞാൻ കുറച്ച് നാൾ ഉപയോഗിച്ചു. അപ്പോൾ ചെറിയ ഒരു സ്വഭാവ മാറ്റമൊക്കെ കണ്ടപ്പോഴത്തേനും പിന്നെ ഞാനത് പ്രഷർ കുക്കറായിട്ട് യൂസ് ചെയ്തില്ല. അതിൻ്റെ ഹാൻഡിലും ഒക്കെ പോയതാണ്. അതിനുശേഷം അത് വേറെ ഏതോ പാത്രത്തിൻ്റെ ഹാൻഡിലൊക്കെ പിടിപ്പിച്ചതാണ്. അത് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ സേഫ് ആവില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ലോക്കൽ ബ്രാൻഡ്സ് എന്തായാലും റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളൊരു ഐഡിയ വേണ്ട. അത് ഈ പറഞ്ഞ പോലെ വെറും പാത്രമായിട്ട് മാത്രം ഉപയോഗിക്കാം. പിന്നെ മറ്റൊരു കാര്യം, ചിലപ്പോഴൊക്കെ നമ്മൾ ആരെങ്കിലും കുക്ക് ചെയ്യാൻ ട്രെയിൻ ചെയ്യാറുണ്ട്. പിള്ളേരാവട്ടെ, ഇല്ലെങ്കിൽ ഒട്ടും തന്നെ അടുക്കളയിൽ കയറാത്ത ആണുങ്ങളാവട്ടെ. ചിലപ്പോൾ അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഒന്ന് പുറത്ത് പോവുകയൊക്കെയാണെങ്കിൽ അരിയൊക്കെ ഞാൻ അവിടെ കഴുകി ഇട്ടിട്ടുണ്ട് കേട്ടോ, വെറുതെ ആ കുക്കറൊന്ന് ഓൺ ചെയ്ത് ഒറ്റ വിസിൽ വരുമ്പോൾ എന്നിട്ട് ഓഫ് ചെയ്തിട്ട് എടുത്ത് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഓഫ് ചെയ്ത് ഉടനെ തന്നെ അങ്ങോട്ട് അത് ആ പ്രഷർ ഉണ്ടെന്ന് അറിയാതെ ചിലപ്പോൾ അത് തുറക്കാൻ നിൽക്കരുത്. അപ്പോൾ ആ പഠിക്കുന്ന ഒരു സ്റ്റേജിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. പ്രഷർ റിലീസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം കുക്കറിൻ്റെ കാര്യമാകുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം അവരെ പ്രത്യേകം പറഞ്ഞ് പഠിപ്പിക്കുക. ഉടനെ തുറക്കണം എന്നുള്ളപ്പോൾ എമർജൻസി കേസസിലേക്ക് പ്രഷർ റിലീസ് ചെയ്ത് കളയുന്നതിനെക്കാട്ടിലും ടാപ്പിൻ്റെ അടിയിൽ വെള്ളത്തിൽ കാണിച്ച് ആ പാത്രം ഒന്ന് തണുപ്പിച്ച് അതിൻ്റെ പ്രഷർ റിലീസ് ചെയ്യുന്ന ഈ ഒരു രീതിയാണ് കുറച്ചും കൂടെ നല്ലത്. അതും കൂടെ ആദ്യം പഠിപ്പിക്കുമ്പോൾ തന്നെ ആ രീതിക്കൊന്ന് പഠിപ്പിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ്. അല്ല മോളെ, എനിക്കൊരു സംശയം. നമ്മുടെ കേരളീയ ഭക്ഷണമായ ഈ ഒരു പുട്ട് അതെങ്ങനെയാണ് ആവി കളയാണ്ടൊന്ന് വേവിച്ചെടുക്കുക? ഒന്ന് വിശദീകരിച്ചേ. എല്ലാ ഭക്ഷണവും ഈ പറഞ്ഞ പോലെ എന്തായാലും നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. പുട്ട് നമ്മൾ ആവി നല്ലവണ്ണം കളഞ്ഞ് തന്നെയാണല്ലോ കുക്ക് ചെയ്യുക. അതങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ കപ്പയാണെങ്കിലോ അത് ആവി കളഞ്ഞ് മാത്രമല്ല, അത് വെള്ളം തിളപ്പിച്ച് ആദ്യത്തെ വെള്ളം ഊറ്റിക്കളഞ്ഞാണ് അത് നമ്മൾ വീണ്ടും അത് കുക്ക് ചെയ്യുന്നത്. അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്, അത് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ചില ഭക്ഷണം, ചില റെസിപ്പീസൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഏതൊക്കെ ഭക്ഷണങ്ങൾ, ഏതൊക്കെ റെസിപ്പീസ്, ഏതൊക്കെ സൈസിലുള്ള കുക്കറാണ് ഓരോന്നിനും തിരഞ്ഞെടുക്കുക എന്നുള്ളത്, അതിനുശേഷം കുക്കറിൻ്റെ ഡിസഡ്വാൻറ്റേജസും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതും കണ്ടിന്യൂയിങ് ഇൻ നാളത്തെ പാർട്ട് 2. See you again. This is Godsi from Godsi's version Malayalam. Bye.